പിന്നെ ഞാൻ റീസെന്റ് വേറൊരു ഏജൻസി ആയിട്ട് ഞാൻ ലാറ്റ്വിയയിൽ അപ്ലൈ ചെയ്തു. പക്ഷേ എനിക്ക് റിജക്ഷൻ ആയിരുന്നു വന്നത്. പക്ഷെ എന്താണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ശരി, ഏതൊരു കൺട്രി ആണെങ്കിലും അവിടുത്തെ എംബസി ഓഫീസർ നമുക്കൊരു കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ വിസ കിട്ടണമെന്നില്ല. അത് വന്നിട്ട് എംബസി ഓഫീസറുടെ ഡിസ്ക്രിപ്ഷൻ ആണ് വിസ കിട്ടോ കിട്ടില്ല എന്നുള്ളത്. യൂട്യൂബിലൊക്കെ പറഞ്ഞല്ലേ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല. അതേപോലെ തന്നെ ഈ പ്രൊഫൈലിൽ വന്നിട്ട് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നോക്കുമ്പോൾ അവരും സാധാരണ ആളുകൾ പോലെ തന്നെയാണ്. അപ്പോൾ അവർ നോക്കുന്നത് എന്താ, 2017 താങ്കൾ +2 കഴിഞ്ഞു, 2023 ഡിഗ്രി കഴിഞ്ഞു. ആ ഡിഗ്രി കഴിഞ്ഞത് അറൌണ്ട് 6 ഇയേഴ്സ് എടുത്തു. അതും താങ്കൾ പഠിച്ച് ബയോസയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ലാറ്റ്വിയയിൽ അപ്ലൈ ചെയ്തത് ബിസിനസ് കോഴ്സ് ആണ്. സോ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് ഒരു ലിങ്കും ഇല്ല. അല്ലാണ്ട് അവിടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അറിയാലോ, ലാറ്റ്വിയ ലിത്വേനിയ പോലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് കയറാനായിട്ട് ലെസ് ഫീസിൽ കയറാൻ പറ്റിയ ഒരു ഓപ്ഷൻസ് ആണ്. സോ ലാറ്റ്വിയ മിക്കവാറും ഒരു 3 അല്ലെങ്കിൽ 2 lakh അല്ലേ താങ്കൾ ഫീസ് വന്നിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു ഫീസിൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പല സ്റ്റുഡൻസ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലേക്ക് ബാക്കി കൺട്രികളിൽ പോയിട്ട് വർക്ക് പെർമിറ്റിലേക്ക് മാറുവാണ്. സോ അത് എംബസി ഓഫീസർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. സോ അത് കാരണം കൊണ്ട് താങ്കൾക്ക് വന്ന റിജക്ഷൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴ്സാണ്, ബിസിനസ് കോഴ്സ് എടുത്ത് പറഞ്ഞുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഫിനാൻഷ്യൽ റീസൺ കൊണ്ടായിരിക്കാം. നമ്മൾ കാണിച്ചിരിക്കുന്ന എമൗണ്ട് വന്നിട്ട് അവർക്ക് ഫിനാൻഷ്യലി അവർക്ക് അത് വന്നിട്ട് ആ കേപ്പബിൾ ആയിട്ടുള്ള എമൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടാവില്ലായിരിക്കാം. സോ ആ ഒരു പല റീസൺ കൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഈ പ്രൊഫൈൽ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ കോഴ്സിന്റെ റിലേഷൻ ആണ് മെയിൻലി എനിക്ക് തോന്നിയത്. സോ നമ്മൾ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ താങ്കൾക്ക് ഇനി ആ കൺട്രി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് കോഴ്സ് മാറ്റിയിട്ട് ഏതെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് ഈ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെച്ചിട്ട് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK നോക്കി കഴിഞ്ഞാലും UK ബയോസയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് കോഴ്സുകൾ, പബ്ലിക് റിലേഷൻ പോലത്തെ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും കുറഞ്ഞ ഫീസ് ആയിരിക്കത്തില്ല. UK പോലത്തെ കൺട്രി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് ഒരു 10 to 12 lakhs അടുത്തേക്ക് വരും. ലാറ്റ്വിയ ലിത്വേനിയ പോലത്തെ കൺട്രിയിൽ ലാറ്റ്വിയ വിത്തൗട്ട് IELTS ആയിരിക്കും അല്ലേ താങ്കൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ലിത്വേനിയ പോലത്തെ കൺട്രി ഉണ്ട്, പോളണ്ട് ഉണ്ട്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം IELTS വേണ്ടിയിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MOU കൊണ്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പൊ വന്നിട്ട് ലിത്വേനിയയും പോളണ്ടിലും IELTS നിർബന്ധമാക്കി. സോ ആ കൺട്രി നമുക്ക് പറ്റില്ല. ലാറ്റ്വിയ തന്നെ കോഴ്സ് ചേഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാണ് ഒരു ഓപ്ഷൻ.